ഗായ്സ്, ജൂൺ 26 ലഹരി വിരുദ്ധ ദിനം. എനിക്ക് നിങ്ങളോട് ഒരൊറ്റ കാര്യം പറയാനുള്ളൂ. 2022 ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു. ആ വീഡിയോ എന്തായാലും ഇതിൻ്റെ തൊട്ട് പിന്നാലെ വരുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ തൂഫാൻ എന്നുള്ളൊരു പരിപാടി തുടങ്ങിയോടുകൂടി അടിച്ചാപൊളിച്ച് വീഡിയോസ് നിങ്ങൾ കാണുന്നുണ്ടാവും. പലയിടത്തും ലഹരി പിടിക്കുന്നത്. ഇതൊന്നും അല്ലട്ടോ. നിങ്ങളെ വീടിൻ്റെ പിറകുവശത്തും നിങ്ങളെ നാട്ടിലെ സ്കൂളിൻ്റെ പിറകുവശത്തും നിങ്ങളെ നാട്ടിൻപുറങ്ങളിൽ നടക്കുന്ന പല കേസുകളും ഇനിയും പിടിക്കാനുണ്ട്. ഇതൊന്നും കണ്ടില്ലെന്ന് നിങ്ങളും ഞാനും വിചാരിക്കുന്ന കാലത്തോളം നമ്മുടെ നാട്ടിൽ നിന്ന് ഇത് ഒഴിവാക്കാൻ പറ്റൂല. അപ്പം ഈ ഒരു നല്ലൊരു ദിവസമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്, അത് നമ്മളെ ബാധിക്കുന്ന കേസല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒഴിഞ്ഞു നിൽക്കുന്ന ആളുകളോട് പറയാനുള്ളത്, നമ്മളെ മക്കളും ഈ ഒരു കെണിയിൽ കുടുങ്ങാനുള്ളതാണ്. നമ്മളെ മക്കളും 100% ഇവരെ കെണിയിൽ കുടുങ്ങാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ അറിയുന്ന കാര്യങ്ങൾ തീർച്ചയായിട്ടും അധികാരികളെ അറിയിച്ചേ പറ്റുള്ളൂ. അപ്പം എന്തായാലും ഇനി ആരും പിറകോട്ട് നിൽക്കണ്ട. കാര്യങ്ങൾ കൊടുക്കേണ്ടിടത്ത് കറക്റ്റ് സമയത്ത് ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പം എന്തായാലും എൻ്റെ ഈ ഒരു പഴയൊരു വീഡിയോ ഞാൻ ഇതിലെങ്ങാനും പിൻ ചെയ്യുന്നുണ്ട്. ഒരുപാട് പിഞ്ച മക്കള് ലഹരി മരുന്നിന് അടിമപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ കാര്യം പറയാനുള്ളൂ, ഉമ്മാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നിങ്ങളെ കുട്ടി നിങ്ങളെ തന്നെ. എൻ്റെ ഉമ്മാക്ക് ഞാൻ തന്നെ വലുത്. ആരെന്ത് പറഞ്ഞാലും എൻ്റെ ഉമ്മ പറയും, എൻ്റെ മോൻ അങ്ങനെ ഒന്നും ചെയ്യൂല, ഓന് ആ കുട്ടിയിലെ അങ്ങനെ പറയാം. അപ്പൊ എന്താ വെച്ചാൽ എല്ലാവർക്കും അവനവന്റെ മക്കൾ വലുതാ. പക്ഷെ എൻ്റെ ഉമ്മാരോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ മക്കളുടെ ഡ്രസ്സിൽ നിന്നൊക്കെ ഇതുപോലത്തെ ഒരു സ്റ്റിക്കർ എൻ്റെ ഉമ്മ വിചാരിക്കുന്നത് എത്തിനാ എന്റെ കുട്ടി ഇതൊരു സ്റ്റിക്കർ, അല്ലെങ്കിൽ നമ്മളെ മറ്റേ എന്താ പറയാ ബാൻഡേഡ് ഉണ്ടല്ലോ, മുറിക്ക് വെക്കുന്ന ബാൻഡേഡ്, ആ സാധനം ഇതൊന്ന് കിട്ടും. അപ്പൊ ഉമ്മ വിചാരിക്കും എന്റെ കുട്ടി ഇപ്പൊ എന്തിനാ ബാൻഡേഡ്. അപ്പൊ എന്താ പറയാനുള്ളതെന്ന് ചോദിച്ചാ, ഇമ്മായിരത്തെ പലതരം ഐറ്റംസുകളും ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നമ്മുടെ കുട്ടികളൊക്കെ ഇടാം. ഇതൊക്കെയാണ് നിങ്ങളൊന്നും കാണുന്നില്ല. ഇതൊക്കെയാണ് വേറൊരു തരം സാധനം. തൊലിമ്മലൊട്ടിച്ച കാണാത്ത തരത്തിലുള്ള ലഹരി മരുന്ന് പലതരം അവൈലബിൾ ആണ് മാർക്കറ്റിൽ. അപ്പൊ ഉമ്മാരോടൊക്കെ പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മളെ മക്കളെടുത്ത് കണ്ട തെറ്റിദ്ധരിക്കണ്ട, അന്വേഷിക്കണം എന്താണ് എൻ്റെ മോന്റെ കയ്യിലുള്ളത്. അന്വേഷിച്ചാൽ ഞമ്മക്ക് നല്ലതാണ്, നമ്മളെ കുട്ടികളെ ഭാവിക്ക് നല്ലതാണ്. അപ്പൊ എല്ലാവരും ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. ഇതിലിട്ട് മക്കളെ തെറ്റിദ്ധരിക്കാനോ ഒരു ബാൻഡേഡ് കിട്ടിയാലും ഇതാക്കാനോ അല്ലട്ടോ. പക്ഷെ നമ്മളതൊക്കെ ശ്രദ്ധിക്കണം. നമ്മളെ കുട്ടികളെ കാര്യം നമ്മളെ ഉത്തരവാദിത്തമാണ്. അത് മറ്റാരും നോക്കൂല. നാട്ടുകാർക്ക് പലതും പറയാനുണ്ടോ, പക്ഷെ നമ്മളെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കണം. പിഞ്ചൻ മക്കളാണ്. ആരും മക്കളെ കേടുവരുന്നത് ആർക്കും ഇഷ്ടമല്ല. അപ്പൊ എല്ലാവരും ഇത് ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.